അറബിയിലെ ആദ്യ അക്ഷരം അലിഫ് എന്നാണ് പറയുന്നത്. അലിഫ്. ഈ അലിഫിന് ആ എന്ന അക്ഷരത്തിൻ്റെ ഉപയോഗമാണ് ഉള്ളത്. നമ്മൾ മലയാളത്തിൽ ആ എന്ന് ഉപയോഗിക്കുന്ന അക്ഷരത്തിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ മലയാളത്തിൽ ആ, ഇ, ഉ എന്ന് ഉച്ചരിക്കാറില്ലേ? അതിന് പകരം ഈ ഓരോ അക്ഷരത്തിന്, അറബിയിലുള്ള എല്ലാ അക്ഷരങ്ങൾക്കും ഓരോ ചിഹ്നങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ആ, ഇ, ഉ, ഇ, അൻ, ഇൻ, ഉൻ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ അക്ഷരത്തിന് കൊടുക്കാറുണ്ട്. അപ്പോഴും ഉച്ചാരണത്തിൻ്റെ പ്രത്യേകതയാണ് അറബിയുടെ അൻ, ഇൻ, ഉൻ ഒക്കെ വരുന്നത്. അതിൽ ആദ്യം നോക്ക്, അലിഫ് എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ. അതിന് മുന്നേ ഒരു കാര്യം പറയാം. അറബിയിൽ നമ്മൾ സാധാരണഗതിയിൽ എഴുതുമ്പോൾ ഈ അക്ഷരങ്ങൾക്ക് ചിഹ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഈ ചിഹ്നങ്ങളെ അറബിയിൽ ഹറക്കത്തുകൾ എന്നാണ് പറയുന്നത്. ഹറക്കത്തുകൾ. ഇവ അക്ഷരങ്ങളായിട്ട് ഇവ സാധാരണഗതിയിൽ അറബിയിൽ എഴുതുമ്പോൾ ഈ ചിഹ്നങ്ങളൊന്നും ചേർക്കാറില്ല. ഇത് പഠിക്കുന്നവർക്ക് വേണ്ടി പഠന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അക്ഷരം നോക്കൂ. അലിഫിന് മുകളിൽ ഒരു ചരിഞ്ഞ ചെറിയ വര ഇട്ടിട്ടുണ്ട്. ആ വരയാണ് അലിഫ് എന്നല്ല, ഏത് അക്ഷരമായാലും അറബിയിലെ ഏത് അക്ഷരത്തിനും ആ എന്ന ശബ്ദം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ മുകളിലിടുന്ന ചരിഞ്ഞ വര. ആ ചിഹ്നത്തിന് പറയുന്നത് ഫതഹ് എന്നാണ്. തൊട്ട് താഴെ നോക്കിയേ, ഇ എന്നെഴുതി. അലിഫിൻ്റെ തൊട്ട് താഴെ ചരിഞ്ഞ ഒരു വര, അക്ഷരത്തിന് താഴെ ചരിഞ്ഞ വര ഇട്ടിരിക്കുമ്പോൾ ആ വര അക്ഷരത്തിന് ഇ എന്ന ശബ്ദമാണ് കൊടുക്കുന്നത്. അടുത്തത് നോക്കിയേ, ആ അലിഫിന് മുകളിൽ ഒരു ഇടത്ത് വശത്തേക്ക് ചുനുപ്പ് പോലെ ഇട്ടിരിക്കുന്നു, ഉ. അപ്പോൾ അത് ആ അക്ഷരത്തിന് ഉ എന്ന ചിഹ്നമാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നോക്കൂ, അലിഫിന് മുകളിൽ ഒരു കുഞ്ഞു പൂജ്യം പോലെ കൊടുത്തിരിക്കുന്നു. അത് സുക്കൂൻ എന്നാണ് അത് പറയുന്നത്. അത് അക്ഷരത്തിന് ഇ എന്ന ശബ്ദം, ഇ, ബ്, ക്, ത് അങ്ങനെ പറയല്ലേ, അതാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നോക്ക്, നമ്മൾ ഫതഹ് എന്ന് പറഞ്ഞാൽ ആ ഫതഹ് പോലെ ഒരു വരയും കൂടെ, രണ്ട് വര മുകളിൽ ഒരുപോലെ ചരിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ആ അക്ഷരത്തിന് അൻ എന്ന ശബ്ദം കൊടുക്കും. അതുപോലെ അടിയിൽ രണ്ട് വരയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അക്ഷരത്തിന് ഇൻ എന്ന ശബ്ദം കൊടുക്കും. അതുപോലെ മുകളിൽ രണ്ട് ചുനുപ്പ് ചേർത്തിടുകയാണെങ്കിൽ ഉൻ എന്ന ശബ്ദവുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അലിഫ് എന്ന് പറയുമ്പം ആ എന്ന, മലയാളത്തിൽ നമ്മൾ ആ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എ ഉപയോഗിക്കത്തില്ലേ, അതേ ശബ്ദം ആ, ഇ, ഉ, ഇ, അൻ, ഇൻ, ഉൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇനി നമുക്ക് തുടർന്നും പഠിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ അലിഫ് ആദ്യത്തെ അക്ഷരം ആ, ഇ, ഉ, ഇ, അൻ, ഇൻ, ഉൻ. ഇനി അലിഫിന് ഇടതുവശത്ത് ഒരു വര നേരെ താഴേക്ക് ചെറുതായിട്ടിട്ടാൽ ആ അലിഫിനെ നമ്മൾ നീട്ടി ഉപയോഗിക്കും, ആ എന്ന് പറയാം.